എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടിസ്ഥാന പാഠാവലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അടിസ്ഥാന പാഠാവലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം 8 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. പക്ഷേ 5 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് പ്രവർത്തനം ഒന്ന് നോക്കാം. കണ്ടെത്താം, എഴുതാം. താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിച്ചു നോക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. ഓണപ്പൂക്കളോട്. വെള്ളി നിലാവിൻ മകളുടെ മകളെ തുമ്പപ്പൂവേ, പൊൻവെയിലിൻ ചെറുപേരക്കുഞ്ഞെ മുക്കുറ്റിപ്പൂവേ, നീലാകാശം പെറ്റു വളർത്തിയ നെല്ലിപ്പൂവേ, നോക്കുവിൻ നിന്നാണല്ലോ നമ്മുടെ പൊന്നിൻ തിരുവോണം. നാം എല്ലാവരും ചേരുകിൽ ഈ തിരുവോണം നന്നാവും, ചേരുക നേന്ത്രപ്പഴവും നമ്മോട് കൂടിയിടും. കുഞ്ഞുണ്ണി മാഷിൻ്റെ വലിയ കുട്ടി കവിതകൾ എന്ന കവിതയിൽ നിന്നെടുത്ത് ഏതാനും ചില വരികളാണിത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. മുക്കുറ്റിക്ക് സ്വർണ്ണ നിറമാണെന്ന് സൂചിപ്പിക്കാൻ കവി ഉപയോഗിച്ച പദം ഏത്? അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം നമ്മൾ മുക്കുറ്റി നോക്കാം. അപ്പോൾ ഇവിടെ മുക്കുറ്റിപ്പൂവേ എന്ന് പറയുന്ന ലൈൻ വരുന്ന ഇതാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. പൊൻവെയിലിൻ ചെറുപേരക്കുഞ്ഞെ മുക്കുറ്റിപ്പൂവേ. അപ്പോൾ മുക്കുറ്റിക്ക് സ്വർണ്ണ നിറമാണെന്ന് സൂചിപ്പിക്കാൻ കവി ഉപയോഗിച്ച പദം ഏതാണ്? വെള്ളി നിലാവാണോ? അല്ല, പൊൻവെയിൽ, നീലാകാശം. അപ്പോൾ എന്താണ്? പൊൻവെയിൽ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. നെല്ലിപ്പൂവിനെ ആരാണ് പെറ്റു വളർത്തിയത്? തുമ്പപ്പൂ, തിരുവോണം, നീലാകാശം. ഇവിടെ നെല്ലിപ്പൂവിനെ പറ്റി പറയുന്ന വരികൾ എന്താണ്? നീലാകാശം പെറ്റു വളർത്തിയ നെല്ലിപ്പൂവ്. അപ്പോൾ നെല്ലിപ്പൂവിനെ പെറ്റു വളർത്തിയത് ആരാണ്? നീലാകാശമാണ്. അപ്പോൾ ഉത്തരം എന്താണ്? നീലാകാശം. ഓക്കെ, നീലാകാശം എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്തത്, തുമ്പപ്പൂവിന് വെള്ള നിറം ലഭിച്ചത് എവിടെ നിന്നാവാം? നീലാകാശം, വെള്ളി നിലാവ്, പൊൻവെയിൽ. അപ്പോൾ നമുക്ക് നോക്കാം. വെള്ളി നിലാവിൻ മകളുടെ മകളെ തുമ്പപ്പൂവേ. അപ്പോൾ വെള്ളി നിലാവിൻ്റെ മകളുടെ മകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ തുമ്പപ്പൂവിന് ആ നിറം ലഭിച്ച എവിടെ നിന്നാണ്? വെള്ളി നിലാവിൽ നിന്നാണ്. ഇനി അടുത്തത്, ഓണം നന്നാവുന്നത് എപ്പോഴാണ്? ഓണക്കോടി ഉടുക്കുമ്പോൾ, നേന്ത്രപ്പഴം കഴിക്കുമ്പോൾ, നാം എല്ലാം ഒത്തുചേരുമ്പോൾ. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഇവിടെ തന്നെ പറഞ്ഞിട്ട് നാം എല്ലാവരും ചേരുകിൽ ഈ തിരുവോണം നന്നാവും, അല്ലേ? നാം എല്ലാവരും ചേരുമ്പോഴാണ് ഈ തിരുവോണം നന്നാവുന്നത് എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാം എല്ലാം ഒത്തുചേരുമ്പോൾ. ഇനി അടുത്തത്, പൂവ് എന്ന വാക്കിൻ്റെ പകരം പദം തിരഞ്ഞെടുക്കുക. മലർ, ചോല, തളിര്. അപ്പോൾ നമുക്കറിയാം പൂവ് എന്ന പദത്തിന് അർത്ഥം വരുന്ന പദം ഏതാണ്? മലർ എന്നാണ്. അപ്പോൾ വളരെ ഈസിയായ ക്വസ്റ്റ്യനാണ്. വളരെ ശ്രദ്ധയോടെ ഈ ഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾക്കെല്ലാം കറക്റ്റ് ആൻസർ എഴുതാൻ കഴിയും. ഇനി അടുത്തത് വർണ്ണന തയ്യാറാക്കാനാണ്. വേഗമുറങ്ങൂ എന്ന കവിതയിൽ വെയിലിനെയും അമ്പിളിയെയും കുറിച്ചുള്ള വർണ്ണന നാം വായിച്ചല്ലോ. താഴെ നൽകുന്ന കവിത വായിച്ചു നോക്കൂ. രാത്രി. ഒരു രാപ്പാടിയുടെ പാട്ട്. നോക്കൂ, ലോകത്തെ മുഴുവൻ താരാട്ടുന്നു. അഷിത. രാത്രി എത്ര മനോഹരമായിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ട പ്രകൃതി ദൃശ്യത്തിൻ്റെ വർണ്ണന തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് ഒരു പ്രകൃതി ദൃശ്യം, പുഴയിലൂടെ ഒരു യാത്രയാണ് ഇവിടെ പ്രകൃതിയുടെ ഒരു വർണ്ണനയായിട്ട് മാതൃകയായിട്ട് നോക്കിയത്. നല്ല തണുത്ത വെള്ളം, മലയിറങ്ങി വന്ന് തേയ്മാനം സംഭവിച്ച ഉരുളം കല്ലുകൾ തെളിഞ്ഞ വെള്ളത്തിൽ കാണാം. ഈ കല്ലുകൾ പ്രകൃതി ശില്പങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവയ്ക്കിടയിലൂടെ നീന്തി തുടിക്കുന്ന വർണ്ണ മത്സ്യങ്ങൾ. അക്വാറിയത്തിൽ പോലും ഇത്തരം ഭംഗിയുള്ള മത്സ്യങ്ങളെ കാണാനില്ലെന്ന് തോന്നുന്നു. ഈ തണുത്ത വെള്ളത്തിൽ നിന്ന് ഒന്നും മുങ്ങി നിവരാതെ പൂർണ്ണമാകില്ല യാത്ര. ഞങ്ങൾ പുഴയിലേക്ക് ഇറങ്ങി. ഒന്നും മുങ്ങി നിവർന്നപ്പോഴേക്ക് യാത്രയുടെ ചെറിയൊരു ആലസ്യം. പുഴ ഒഴുക്കി അറബിക്കടലിൽ എത്തിച്ചു. പതിവില്ലാത്ത ഒരു ഉണർവ് മുഖത്ത്. എത്ര സമയം ആ വെള്ളത്തിൽ കളിച്ചിരുന്നോ ആവോ. മാനം ഇരുണ്ടുകൂടി. പ്രകൃതി രമണീയമായ ആ കാഴ്ച മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്രകൃതി ദൃശ്യത്തിൻ്റെ ഒരു അനുഭവം ഇങ്ങനെ വിവരിക്കാം. ആശയങ്ങൾ നല്ല ഭാഷ ഉപയോഗിക്കുക എന്നതാണ് വർണ്ണനയുടെ ഒരു പ്രത്യേകത. ഇനി അടുത്തത്, ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. വേഗമുറങ്ങൂ എന്ന കവിതയ്ക്ക് കുട്ടിക്ക് ലോകം നീലമലിന് മനോഹരമാകുന്ന സന്ദർഭം ഏത്? കളികളിൽ ഏർപ്പെടുമ്പോൾ, ഉറങ്ങുമ്പോൾ, ഉണർന്നിരിക്കുമ്പോൾ. അപ്പോൾ കുട്ടിക്ക് ലോകം നീലമലിനെ പോലെ മനോഹരമാകുന്ന സന്ദർഭം ഏതാണ്? അപ്പോൾ എന്താണ് നീലമയിലിനെ പോലെ മനോഹരമായിരിക്കുന്നത്? എന്താണ്? നീ ഉറങ്ങുമ്പോൾ ലോകം നീലമയിലിനെ പോലെ എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്?
ഉണർന്നിരിക്കുമ്പോഴാണ് ലോകം നീലമയിലിനെ പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത്. വേഗമുറങ്ങൂ എന്ന കവിതയിൽ രാത്രിയുടെ വരവിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? കൊമ്പനാനയായി, അമ്പിളിക്കലയായി, പൂവ് പോലെ. അപ്പോൾ കൊന്ന പൂവ് പോലെ എന്താണ്? വെയിൽ ചായുന്നതിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ രാത്രിയുടെ വരവിനെ എന്തായിട്ടാണ്? രാത്രിയുടെ വരവിനെ കൊമ്പനാന എഴുന്നള്ളുന്നതായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? കൊമ്പനാനയായി അല്ലേ? അമ്പിളിയെ തിടമ്പായി തലയിലേന്തി രാത്രി കൊമ്പനാനയായി എഴുന്നള്ളുന്നു എന്നാണ് വേഗമുറങ്ങൂ എന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാത്രിയുടെ വരവിനെ കൊന്നപ്പൂവിൻ്റെ നിറത്തിൽ വെയിൽ ചായുമ്പോൾ ചന്ദ്രനാകുന്ന സ്വർണ്ണ തിടമ്പേറ്റിക്കൊണ്ട് രാത്രിയാകുന്ന കറുത്ത കൊമ്പ് വരുന്നു. അങ്ങനെയാണ് കവി പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സംഭാഷണം തയ്യാറാക്കുക. തേങ്ങ എന്ന കഥയിലൂടെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യം നാം തിരിച്ചറിയുന്നു. താഴെ ചേർത്ത കഥ വായിച്ചു നോക്കൂ. കുഞ്ഞിക്കിളിയുടെ സന്തോഷം. ഒരു സന്ധ്യ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകലെ ഒരു കുഞ്ഞിക്കിളിയുടെ ശബ്ദം. അത് എന്താണെന്നറിയാൻ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് ഒരു പൂച്ച കുഞ്ഞിക്കിളിയെ പിടിക്കാൻ നോക്കുന്നു. ഞാൻ ഓടിപ്പോയി. പൂച്ചയെ തട്ടിവിട്ടപ്പോൾ കുഞ്ഞിക്കിളിയെ പറക്കൽ നിർത്തിയിട്ട് താഴേക്ക് ഒറ്റ വീഴ്ച. ഞാൻ അതിനെ എടുത്ത് വീട്ടിലേക്ക് ഓടിച്ചെന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അമ്മ എന്നെ കുഞ്ഞിക്കിളിയെയും കൊണ്ട് അകത്ത് കയറ്റുകയില്ലല്ലോ. അതുകൊണ്ട് അമ്മ കാണാതെ ഞാൻ കുഞ്ഞിക്കിളിയെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിന് വെള്ളം കൊടുത്തു. എന്നിട്ട് പുറത്തേക്ക് പറത്തിവിട്ടു. അത് പറന്ന് രസിച്ചു. ഈ കഥയിലെ കുഞ്ഞിക്കിളി കൂട്ടിലെത്തിയ ശേഷം അമ്മക്കിളിയുമായി നടത്താൻ സാധ്യതയുള്ള സംഭാഷണം എഴുതി നോക്കുക. ഇനി അടുത്ത ചോദ്യം എന്താണ്? സഹോദര ശ്രുതി എന്ന പാഠഭാഗം PN ദാസിൻ്റെ ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ജീവിതഗാനം, ജീവിതപാത, എൻ്റെ ജീവിത കഥ. ഇനി അടുത്ത ചോദ്യം, കാലി എന്ന വാക്കിൻ്റെ പകരം പദം എഴുതുക. അപ്പോൾ സഹോദര ശ്രുതി, നമ്മുടെ ഊഞ്ഞാൽ പാട്ട് എന്ന പാഠഭാഗം ഏത് രചനയിൽ നിന്ന് എടുത്തതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം PN ദാസിൻ്റെ ജീവിതഗാനം എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ് സഹോദര ശ്രുതി. ഇനി അടുത്ത ചോദ്യം എന്താണ്? കാലി എന്ന വാക്കിൻ്റെ പകരം എഴുതുക. നാദമല്ല പാദം. ഓക്കെ, നാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദമാണ്. പാദം എന്ന് പറഞ്ഞാലാണ് കാല്. ഇനി നമുക്ക് കുഞ്ഞുകിളിയുടെ ഒരു സംഭാഷണം മാതൃക നോക്കാം. അപ്പോൾ അമ്മേ ഇന്ന് കാണാൻ കഴിയുമെന്ന് വിചാരിച്ചു. അമ്മക്കിളി എന്ത് പറ്റി മോളെ? കുഞ്ഞുകിളി, പിന്നെ എന്നെ ഒരു പൂച്ച പിടിക്കാൻ വന്നു. അമ്മക്കിളി, മോളെ നിന്നെ ആരാണ് രക്ഷിച്ചു? തൊട്ടപ്പുറത്ത് കളിക്കുന്ന ഒരു കൊച്ചു മിടിക്ക് വന്ന് എന്നെ രക്ഷിച്ചു. മോളെ കയ്യിൽ ഒരുപാടുണ്ടല്ലോ, കയ്യിലൊക്കെ പാടുണ്ടല്ലോ, എന്ത് പറ്റി? പൂച്ച പിടിക്കാമെന്ന് വന്നപ്പോൾ ഞാൻ ഓടി, എനിക്ക് പരികേറ്റി. ആ കൊച്ചു മിടിക്ക് എനിക്ക് മുറിവെല്ലാം മരുന്ന് വെച്ച് കെട്ടിത്തന്നു. എൻ്റെ മോൾ രക്ഷിച്ചല്ലേ. ഇതൊരു മാതൃക മാത്രമാണ്. ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കണമെന്നില്ല. സംഭാഷണം വരുമ്പോൾ നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ ഉത്തരം എഴുതുക. ഈ ചോദ്യം എന്തായാലും ഇനി വരികയില്ല, കാരണം സംഭാഷണത്തിനൊക്കെ വേറെ വേറെ സന്ദർഭങ്ങളായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ സന്ദർഭം അനുസരിച്ച് നിങ്ങളുടെ ഭാവനയിൽ നിന്ന് നിങ്ങൾ എഴുതുക. അറ്റ്ലീസ്റ്റ് 5-6 സംഭാഷണമെങ്കിലും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രതികരണക്കുറിപ്പ്. കൊറോണ ഓണത്തിൻ്റെ ശോഭ കെടുത്തി. ഈ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എന്ത്? ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കൊറോണ കാലത്തിലുള്ള ഓണം എല്ലാവർക്കും അറിയാമല്ലോ. 4 ചുമരുകൾക്കുള്ളിൽ അടച്ചിട്ട പോലെയായിരുന്നു ഓണം. പക്ഷേ അതിനുള്ളിൽ കുടുംബ ബന്ധങ്ങളുടെ തീവ്രതയും സ്നേഹവും കൂടി വന്നു. കാരണം ആർക്കും പുറത്തു പോകാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെയായിരുന്നു. അപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ പങ്കിടലിൻ്റെ ഒരു ഓണമായിരുന്നു കൊറോണ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൊറോണ കാലം എങ്ങനെയുണ്ടായിരുന്നു? കൊറോണ കാലത്തിലുള്ള നിങ്ങളുടെ തിരുവോണത്തിൻ്റെ അനുഭവങ്ങൾ എന്തായിരുന്നു? അതൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മാതൃകയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും അനുഭവം വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. കൊറോണ എന്ന മഹാമാരിയെ കേരളീയ ജനത ഒത്തൊരുമിച്ച് എങ്ങനെയാണ് അതിജീവിച്ചത് എന്നും പ്രളയം എന്ന മഹാമാരി നമ്മൾ എങ്ങനെയാണ് അതിജീവിച്ചത് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അതൊക്കെ പോയിൻ്റ് വെച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ഉത്തരം എഴുതുക. ഇനി അടുത്ത ഉത്തരം, ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തുക. കൊയ്ത് കൊണ്ടുവന്ന നെൽക്കറ്റകൾ മെതിച്ച് കിട്ടുന്ന നെല്ല് അതേപടി കൂട്ടിയിടുന്ന ചടങ്ങിന് പറയുന്ന പേരെന്ത്? പൊലി, പുഞ്ച, നിലം.
അപ്പോൾ എന്താണ്, പൊലിയാണോ പൊഞ്ചിയാണോ നിലമാണോ? അപ്പോൾ മെതിച്ച് കൂട്ടിയ നെല്ല് ഇങ്ങനെ കൂമ്പാരമായി ഇടുന്നതിന് പറയുന്ന പേരെന്താണ്? പൊലി എന്നാണ്. എന്താണ്? പൊലി എന്നാണ്. ഇനി അടുത്തത്, കുട്ടനാട്ടിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിതം ആവിഷ്കരിച്ച ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ SK പൊറ്റക്കാട്, G ശങ്കരക്കുറുപ്പ്, തകഴി ശിവശങ്കരപ്പിള്ള. ഏതാണ് കറക്റ്റ് ആൻസർ? തകഴി ശിവശങ്കരപ്പിള്ള. ഇനി അടുത്തത് ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. സങ്കടം എന്ന കവിത വായിച്ചു നോക്കൂ. സങ്കടം. ചന്തം തികഞ്ഞൊരു കൂട്ടി ചിന്തിച്ചിരിക്കുന്ന തത്യം, ചെങ്കതളിപ്പഴം നൽകാം സങ്കടം എന്തെന്ന് ചൊല്ലൂ. കൂടാണ് സങ്കടം കുഞ്ഞെ, കൂടെ പിറപ്പും ഒന്നില്ല. മാടി വിളിക്കൂ വാനം, പാടവും പൂമരക്കാടും. പാടിപ്പറക്കുവാൻ ഉള്ളിൽ പാരമുണ്ടാശ എനിക്ക്. പാൽച്ചോറ് വേണ്ട പഴവും പൈതലെ കൂട് തുറക്കൂ. KK പല്ലശന. ഇവിടെ പാൽച്ചോറും പഴവും വേണ്ട എന്ന് തത്ത പറയുന്നത് എന്തുകൊണ്ടാണ്? കവിത വായിച്ച് ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ഇനി അടുത്തത്, ശരിയുത്തരം തിരഞ്ഞെടുക്കുക. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധി, ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശം എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ശബ്ദം എന്ന വാക്കിൻ്റെ പകരം പദം, ആരവം, ആരാമം, ആനന്ദം. അപ്പോൾ ശബ്ദം ആരവം എന്നാണ് പകരം പദം. ഇനി ഇവിടെ സങ്കടം എന്ന കവിത നിങ്ങൾ വായിച്ചു നോക്കൂ. കവിതയ്ക്ക് വിശകലനക്കുറിപ്പ് തയ്യാറാക്കാൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പിരിച്ച് വായിച്ചു നോക്കുക. നമുക്ക് ഇങ്ങനെ വിശകലനക്കുറിപ്പ്, അതായത് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട അല്ലാതെയുള്ള ചോദ്യങ്ങൾ എന്തായാലും വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് വായിച്ചു നോക്കുക. ചന്തം തികഞ്ഞൊരു കൂട്ടിൽ ചിന്തിച്ചിരിക്കുന്ന തത്തെ. ചന്തം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ചന്തം മനോഹരമായ ഒരു കൂട്ടിൽ തത്ത ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്? ചെങ്കതളിപ്പഴം നൽകാം സങ്കടം എന്തെന്ന് ചൊല്ലൂ. അപ്പോൾ എന്താണ് പറയുന്നത്? ഞാൻ കദളിപ്പഴമൊക്കെ നൽകാം, നിൻ്റെ സങ്കടം എന്ത് എന്ന് എന്നോട് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ ആ തത്ത എന്ത് പറയാണ്? കൂടാണ് സങ്കടം കുഞ്ഞെ, കൂടെ പിറപ്പും ഇന്നില്ല. എന്താണ് സങ്കടം? അപ്പോൾ തത്തയുടെ കൂട്ടിലടക്കപ്പെട്ട തത്തയുടെ സങ്കടം എന്താണ്? കൂട് തന്നെയാണ് സങ്കടം, അല്ലേ? അപ്പോൾ ആ കുട്ടിയോട് പറയാണ്, കൂടാണ് എൻ്റെ സങ്കടം, കൂടപ്പിറപ്പും ഇന്നില്ല. മാടി വിളിക്കുന്നു വാനം. കൂടപ്പിറകൾ കൂടെ ആരുമില്ല. അതേപോലെ തന്നെ വാനം എന്ന് പറഞ്ഞാൽ ആകാശം എന്നെ ആകാശത്ത് പറന്നുയരാൻ ആകാശം എന്നെ മാടി വിളിക്കുകയാണ്. പാടവും പൂമരക്കാടും പാടിപ്പറക്കുവാനുള്ളതിൽ പാരമുണ്ടാശ എനിക്ക്. എനിക്ക് ഒരുപാട് ആശയുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്. എന്തിന്? പാടവും പൂമരക്കാടും ഇങ്ങനെ പാറി ആകാശത്ത് ഇങ്ങനെ പറന്ന് ആസ്വദിക്കാൻ എനിക്ക് വളരെയധികം ആശയുണ്ട്. പാൽച്ചോറ് വേണ്ട പഴവും പൈതലെ കൂട് തുറക്കും. അപ്പോൾ എനിക്ക് പാൽച്ചോറും വേണ്ട, ചെങ്കതളിപ്പഴവും വേണ്ട, ഒന്നും വേണ്ട, പഴവും ഒന്നും വേണ്ട. എനിക്ക് എന്ത് മതി? ആ കൂട് തുറന്ന് എന്നെ ഒന്ന് വിട്ടയച്ചാൽ മതി എന്നാണ് എന്ത് പറയുന്നത്? തത്ത പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനൊരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കാം. സ്വാതന്ത്ര്യമാണ് ഒരു ജീവിക്ക് ഏറ്റവും പ്രധാനം എന്ന ആശയം പകരുകയാണ് കവിത, അല്ലേ? സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം ഇരുട്ട് നിറഞ്ഞതാണ് എന്നാണ് കവിയുടെ അഭിപ്രായം. സ്വാതന്ത്ര്യം വെളിച്ചമാണ്. സ്വാതന്ത്ര്യം നമ്മെ പുരോഗതിയിലേക്ക് നയിക്കും. വാനിൽ പറന്ന് പൊങ്ങുന്ന പറവയ്ക്ക് പാട്ടുപാടാനും വളരുന്ന ചെടികൾക്കായി നമുക്ക് പൂവുകൾ കാഴ്ച വെക്കാനും കളിയാടി നടക്കാനുമുള്ള സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യമില്ലാതായ ഈ ഭൂമി ജീവനമറ്റതാകും. സ്വന്തം പക്ഷി സന്തോഷവാനാണ്. പ്രകൃതി ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ കഴിയും. സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വമാണ് കവി ഇവിടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് തന്നെ തന്നാലും നമുക്ക് സ്വാതന്ത്ര്യമാണ്. നമ്മളൊരു കൂട്ടിൽ അടച്ചിട്ട് എന്ത് തന്നെ തന്നാലും നമുക്ക് അത് വേണ്ട. നമുക്ക് ഏറ്റവും വേണ്ടത് എന്താണ്? സ്വാതന്ത്ര്യമാണ്. പാറിപ്പറക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഇവിടെ കവി പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യത്തെയാണ്. അതായത് കൂട്ടിലാക്കപ്പെട്ട കിളിക്ക് എന്ത് തന്നെ കൊടുത്താലും അതിനൊന്നും വേണ്ട. അതിനെന്താണ്? സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യം ആവോളം നുകരാൻ വേണ്ടി ആകാശത്തിലേക്ക് പാറിപ്പറക്കുകയാണ് അതിന് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വിശകലനക്കുറിപ്പ് തന്നാലും നിങ്ങൾ ഇങ്ങനെ പിരിച്ചെഴുതി വായിച്ചിട്ട് എന്തെങ്കിലും ഒരു ആശയമുണ്ടാവും. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യത്തെയാണ് കവി ആവിഷ്കരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ആശയം ഉണ്ടാവും. ആ ആശയം നിങ്ങൾ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് എഴുതുക. ഇനി നമുക്ക് വാക്മയ ചിത്രം തയ്യാറാക്കാനാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ചോദ്യം ഉണ്ടായിരുന്നു. അജയ്യതയുടെ പ്രതീകം എന്ന പാഠഭാഗത്തിൽ നാം ഗാന്ധിജിയുടെ വാക്മയ ചിത്രം താഴെ കൊടുത്ത് നോക്കും. മെല്ലിന് നീണ്ട രൂപം, വെളുത്ത ജുബയും മുണ്ടും, മുടി നന്നേ കുറവ്, ചാരു കസേരയിൽ കിടത്താം.
വൈക്കം മുഹമ്മദ് ബഷീറിനെ ഒരു വാഗ്മയ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചതിൻ്റെ തുടക്കമാണിത്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുടെ വാഗ്മയ ചിത്രം തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ഗാന്ധിജിയുടെ വാഗ്മയ ചിത്രവും അതേപോലെ തന്നെ ചാച്ചാജിയുടെ വാഗ്മയ ചിത്രവും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഗാന്ധിജി ദണ്ഡി യാത്രയ്ക്ക് ഒരുങ്ങി വലതു കൈ സന്തത സഹചാരിയായ മുളവടി ഉണ്ടായിരുന്നു. ഒറ്റമുണ്ടാണ് ഉടുവസ്ത്രമായി ഉണ്ടായിരുന്നത്. ചുണ്ടിൽ നനത്ത പുഞ്ചിരി ഉണ്ടായിരുന്നു. കണ്ണുകളിൽ ദൃഢനിശ്ചയം ജ്വലിച്ചു നിന്നു. ഇങ്ങനെയാണ് ഗാന്ധിജിയുടെ യാത്രയ്ക്ക് ഒരുക്കം. ഇനി ചാച്ചാജിനെ പറ്റി പറയാൻ വെച്ചാൽ വെളുത്ത വസ്ത്രം ധരിച്ച് തലയിൽ തൊപ്പി ധരിച്ച് പോക്കറ്റ് ഒരു റോസാപ്പൂവുമായി എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി സൗമ്യമായി പെരുന്ന ജവഹർലാൽ നെഹ്റു കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ സ്വന്തം ചാച്ചാജി. ഇനി നമുക്ക് അടുത്തത് അടയാളം എന്ന വാക്കിൻ്റെ പകരം പദം ഇത്. പ്രമാണം, പ്രതീകം, പ്രതലം. അപ്പം അടയാളം എന്ന വാക്കിൻ്റെ പകരം പദം ഏതാണ് ഇതിൽ? പ്രതീകമാണ് അടയാളം എന്ന വാക്കിൻ്റെ പകരം പദം. ഇനി അടുത്തത് കേരളഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഏത്? അതാണ് കെ കേളപ്പൻ, കെ ഗോപാലൻ, മന്നത്ത് പത്മനാഭൻ. അപ്പോൾ കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തൊരു ജീവചരിത്രക്കുറിപ്പാണ്. പി വത്സല എന്ന എഴുത്തുകാരിയെക്കുറിച്ചുള്ള ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഇതിന് എല്ലാ കാര്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനനം കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്തൊക്കെ അവാർഡ് കിട്ടിയതെന്ന് കൊടുത്തിട്ടുണ്ട്, മാതാപിതാക്കളുടെ പേര് കൊടുത്തിട്ടുണ്ട്, പിന്നെ പ്രധാന രചനകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യ നോവൽ നെല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രധാന കൃതിക കൂമം കൊല്ലി ഗൗതമൻ. പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നീലുറങ്ങുന്ന വഴികൾ. അതേപോലെ ആദിവാസി ജീവിതങ്ങളുടെ കഥാകാരി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ 2021 75 പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അപ്പം മുകളിൽ കൊടുത്ത സൂചനകൾ കൂടി ഉൾപ്പെടുത്തി പി വത്സലയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യം പി വത്സല എന്ന് നമ്മുടെ ഹെഡിങ് എഴുതുക. എന്നിട്ട് ജനനം എവിടെയാണ്? കോഴിക്കോട്ട് ഏപ്രിൽ 1938 ഏപ്രിൽ 4 കോഴിക്കോട് ജനിച്ച് ആദിവാസി ജീവിതങ്ങളുടെ കഥാകാരി എന്നറിയപ്പെടുന്ന പി വത്സല. കാനങ്ങോട്ട് ചന്തു പത്മാവതിയുമാണ് മാതാപിതാക്കൾ. ആദ്യത്തെ നോവൽ നെല്ല് എന്ന കൃതിയായിരുന്നു. പ്രധാനപ്പെട്ട കൃതിക കൂമം കൊല്ലി ഗൗതമൻ എന്നിവയാണ്. പി വത്സലയെ തേടി അനവധി പുരസ്കാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. CH അവാർഡ്, പത്മപ്രഭ പുരസ്കാരം എന്നിവ അതിൽ ചിലതാണ്. 2021 75 പുരസ്കാരം പി വത്സലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിറങ്ങിയ നീലുറങ്ങുന്ന വഴികൾ എന്നിവ പി വത്സലയുടെ രചനയാണ്. വിലാപം എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഖിലാഫത്ത് എന്ന ചലച്ചിത്രം ഉടലെടുത്തത്. ഇതൊക്കെ എഴുതി നിങ്ങൾക്കൊരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മുകളിൽ കൊടുത്ത സൂചനകൾ പി വത്സല എഴുതി. നന്ദി എന്ന വാക്കിൻ്റെ പകരം പദം എഴുതുക. നന്ദി എന്ന വാക്കിന് കൃത്യത, കണിശം. അപ്പോൾ എന്താണ് നന്ദി എന്ന് പറയുന്ന കൃതജ്ഞതയാണ്. എന്താണ് കൃതജ്ഞത? ഇനി അടുത്തത് വാതിലുകൾ അടയ്ക്കുമ്പോൾ തന്നെ പെട്ടിയിലിട്ട് പൂട്ടുന്നത് പോലെ തോന്നി ആർക്ക്? വീട്ടമ്മയ്ക്ക്, അക്കമ്മയ്ക്ക്, സംഗീത ചേച്ചിക്ക്. ആയിരിക്കാണ്? അക്കമ്മയ്ക്കാണ് വാതിലുകൾ പൂട്ടുമ്പോൾ ഓരോന്നോരോന്നായി പൂട്ടി പെട്ടിയിലിട്ട് തന്നെ പൂട്ടുകയാണെന്ന് അക്കമ്മയ്ക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ 7 പ്രവർത്തനങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. പുസ്തകം നല്ലവണ്ണം വായിക്കുക. കാരണം ഒരു പ്രധാന ചോദ്യത്തോടൊപ്പം 2 ഉപചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളിവിടെയൊക്കെ കണ്ടല്ലോ, 2 ഉപചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും. ഓരോ മാർക്കിനായിരിക്കും ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആരും നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, അത് നമുക്ക് പാഠഭാഗത്ത് നിന്ന് നല്ലവണ്ണം വായിച്ചാലേ കിട്ടൂ. എല്ലാ ക്വസ്റ്റ്യൻസിനും ഇങ്ങനെ 2 ഉപചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ പാഠഭാഗം നല്ലവണ്ണം വായിക്കുക. ആരാണ് രചന, ആരാണ് ഈ കൃതി എഴുതിയത്, ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ പ്രവർത്തനത്തിലും ഇങ്ങനത്തെ 2 മാർക്കിൻ്റെ ഉപചോദ്യങ്ങളുണ്ടാവും. 3 മാർക്കിനായിരിക്കും ഇത്. അപ്പോൾ ഈ ചോദ്യം ചിലപ്പം പുറത്തുനിന്നായിരിക്കും. പാഠഭാഗത്തിലേത് തന്നെ ആവണമെന്നില്ല. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും. പക്ഷേ ഈ 2 ചോദ്യങ്ങളും എന്താണ് പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. പകരം പദം മനസ്സിലാക്കി വെക്കുക. അതേപോലെ കൃതികൾ ഏതിൽ നിന്നാണ് മനസ്സിലാക്കി വെക്കുക. അതേപോലെ ഇവിടെ കണ്ടല്ലോ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അല്ലെങ്കിൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.